ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ അഞ്ജുവിനെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞയക്കാനായിട്ട് ശിവയും അഭിയും വരിക കേട്ടോ. കാരണം ഇനി അധിക സമയം നീ ഇവിടെ നിൽക്കണ്ട, രാഹുലിനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവുമായിരിക്കും നല്ലത്. അതിനുശേഷം തന്നെ വർഷയും അതുപോലെ വിവേകം തിരിച്ചു വരുമ്പോൾ അവരുടെ കൂട്ടത്തിൽ നീയും വരണം കേട്ടോ എന്നും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ അഞ്ജു എന്നാൽ ശരിയടാ പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. നാളെ നീ വന്നതിന് ശേഷം ആൻറ്റിയോട് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം പറയുന്നുണ്ട്. പിന്നീട് വർഷയും വിവേകിനെ തന്നെയാണ് കേട്ടോ. വർഷയാണെങ്കിലോ വിവേകിനെ കൂട്ടിരിക്കുകയാണ്. അങ്ങനെ വിവേകാണെങ്കിലോ രാത്രി മൊത്തം അങ്ങനെ പകലെല്ലാം തന്നെ വണ്ടി ഓടിച്ചതിന് ശേഷം ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. അതിനുശേഷം തന്നെ ഉറക്കം വരുന്നുണ്ട്, നന്നായി ഉറങ്ങുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വർഷ പറയുന്നുണ്ട്, എടോ താനിങ്ങനെ ഉറങ്ങിയിട്ട് എന്താ കാര്യം, ദാ കാറിലേക്ക് പോവാം, അവിടെ ഇരുന്ന് ഉറങ്ങാം. ഏയ് ആരെങ്കിലും വരുന്നുണ്ടാവും, അത് വേണ്ട, ഞാനിവിടെ ഇരുന്ന് ഉറങ്ങിക്കോളാം എന്ന് പറയുന്നു. അതൊന്നും സാരില്ല, എണീറ്റ്, കൈ വയ്യാത്ത എന്നെക്കൊണ്ട് എന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കേണ്ട ആവശ്യമുണ്ടല്ലേ, എന്നാൽ പിന്നെ എഴുന്നേറ്റിട്ട് പോയി കാറിൽ കിടക്കാം എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകാട്ടോ നമ്മുടെ വർഷ. പിന്നീട് മൃദുലിൻ്റെ വീട്ടിൽ തന്നെ ഇന്ന് അവർക്കൊരു ഫസ്റ്റ് നൈറ്റ് ഒരുക്കുക കേട്ടോ. മൃദുലിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം തന്നെ ഇത് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റാണ്, നിങ്ങൾ ഇന്നിവിടെയാണ് കഴിയേണ്ടത്, പെട്ടെന്ന് തന്നെ റൂമിലേക്ക് ചെല്ലേ, അവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ റൂമിലേക്ക് പറഞ്ഞയച്ച് വിടുന്നു കേട്ടോ. ആ സമയത്ത് റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം തന്നെ രണ്ടാളും കൂടി ഈ പാല് പകുതിയായിട്ട് കുടിക്കണമെന്നും പറയുന്നുണ്ട്. ഞങ്ങളുടെ മുന്നിൽ വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. അങ്ങനെ തന്നെ അഞ്ജുനോട് പറയുന്നുണ്ട്, ലേഡീസ് ഫസ്റ്റ്, അഞ്ച് കഴിക്കുമെന്ന് പറയുന്നു. അങ്ങനെ 5 കുടിച്ചതിന് ശേഷം രാഹുലിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രാഹുൽ ഒരു ചമ്മലോട് കൂടി തന്നെ കഴിക്കുന്നുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ മുന്നിൽ വെച്ച് ചെയ്തിട്ടില്ലെങ്കിൽ പലതും ഞങ്ങളുടെ മുന്നിൽ വെച്ച് ചെയ്യിപ്പിക്കും കേട്ടോ എന്ന് പറയുന്നു കേട്ടോ. അതിന് ശേഷം തന്നെ രണ്ടുപേരും കൂടി പാലൊക്കെ കുടിച്ചതിന് ശേഷം തന്നെ അവരുടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനായിട്ട് പോവാട്ടോ. അതിനുശേഷം തന്നെ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാൻ തുടങ്ങുകയാണ്. അതിനുശേഷം പിന്നീട് വിവേകിനെ തന്നെയാണ് കാണിക്കുന്നത്. വിവേക് എണീറ്റ് ഉണർന്നതിന് ശേഷം തന്നെ അഞ്ചു വർഷയെ നോക്കുന്നുണ്ട്. വർഷയെ അവിടെയൊന്നും കാണുന്നില്ല. ഇവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുളിക്കാൻ പോയതായിരുന്നു. അപ്പോൾ താൻ എവിടെ നിന്നാണ് കുളിച്ചത്? ഇവിടുത്തെ ലേഡീസ് സ്റ്റാഫിൻ്റെ ഒരു ബാത്റൂം ഉണ്ടായിരുന്നു, അവിടെ പോയി തന്നെ കുളിച്ചത്. ഈ രാവിലെ തന്നെ കുളിക്കണോ? ഒന്നാമത് ഒരു കൈ കൊണ്ട് തനിക്ക് വയ്യ, പിന്നെ തലയൊക്കെ തോർത്താൻ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും. എനിക്കിതൊന്നും വെള്ളമൊന്നും പോയിട്ടുണ്ടാവില്ല, എന്നിട്ട് വേണം പനിയൊക്കെ വരാൻ. അല്ലെങ്കിൽ ഇവിടുത്തെ വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും, കാടായതുകൊണ്ട്. അങ്ങനെ നന്നായിട്ട് തന്നെ തലയൊക്കെ തോർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ വർഷയുടെ. ഇത് കാണുന്ന വർഷയ്ക്ക് വിവേകിൻ്റെ കെയറിങ് ഓർക്കുമ്പോൾ നല്ല സന്തോഷം വരുന്നുണ്ട്. അതിനുശേഷം തന്നെ വിവേക് കുളിക്കുന്നില്ലേ? ഞാനൊന്നും കുളിക്കുന്നില്ല, ഒരു ദിവസം കുളിച്ചില്ല എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകണില്ലടോ. പിന്നെ എന്തായാലും കുളിക്ക്, നമുക്കിനി യാത്ര ചെയ്യാനുള്ളതല്ലേ. അല്ല, അവിടെ വല്ല മുതലയും ഉണ്ടോയെന്ന് അറിയില്ലല്ലോ, അപ്പോൾ പേടിയുണ്ടല്ലേ? അവിടെ മുതലയും ഒന്നുമില്ല, താൻ പോയി കുളിച്ച്, താനും വരുന്നോ? പേടിച്ചിട്ടല്ലേ? അല്ല അത് പിന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറയുന്നു. പിന്നീട് അബിയെ തന്നെ വിളിച്ചുണർത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അബിയാണെങ്കിലോ എക്സസൈസ് ചെയ്യാനൊക്കെ വലിയ മടിയുള്ള ആളാണ്. എന്നെ വിളിക്കണ്ട, ഞാനിതിനൊന്നും നിൽക്കില്ല എന്നും പറയുന്നുണ്ട്. എടി എണീക്ക്. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് മണവാളിനെയും മണവാട്ടിയെയും വിളിച്ചുണർത്തേണ്ടതെന്ന് പറയുന്നു അഞ്ജുനെയും രാഹുലിനെയും. അത് വേണം. അങ്ങനെ അവരെ വിളിച്ചുണർത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് നൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതേ വൃത്തിയോട് പറയരുത്, ഞാൻ എന്തായാലും വർഷയും വിവേകം വരുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വരുന്നുണ്ട്, എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് തരാനുള്ളത് ഞാൻ അങ്ങ് തരുന്നുണ്ടെന്ന് അഞ്ചു പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ പെട്ടെന്ന് വന്നോ, കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് പറയണമല്ലോ എന്ന് പറയുന്നു കേട്ടോ. പിന്നീട് വർഷയാണെങ്കിലോ തിരിച്ച് നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരുപാട് ഞാൻ നടന്നിട്ടുള്ള സ്ഥലമാണ്, പിന്നെ ഇവിടെ ഒരു ദൈവക്ഷേത്രമുണ്ട്, നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടൊന്ന് പോകാമെന്ന് പറയുന്നു. തീർച്ചയായും. അപ്പോഴത്തേനും സമയം വഴുകില്ലേ വിവേക്? അപ്പോൾ പറയുന്നുണ്ട് വിവേക്, ഇല്ല സമയം എത്ര വഴുകിയാലും കുഴപ്പമൊന്നുമില്ല, ഇത്രയായില്ലേ. അങ്ങനെ ആ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു കേട്ടോ. അതിനുശേഷം പ്രാർത്ഥിക്കും. സീരിയസ് ആയിട്ട് വിവേക് എന്താ പ്രാർത്ഥിച്ചേ? എനിക്ക് തൻ്റെ ഭാര്യയായിട്ട് കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം, അതാണ്. അത് ഈ ദേവൻ പെട്ടെന്ന് തന്നെ നടത്തി തരട്ടെ. ആ സമയത്ത് കോള് വരുന്നുണ്ട്. അത് മറ്റാരല്ല, ശിവനന്ദയാണ്. അയ്യോ, ശിവനന്ദ വിളിക്കുന്നുണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. പക്ഷേ എല്ലാ കാര്യം ശിവയ്ക്ക് അറിഞ്ഞ കാര്യം വിവേകിന് അറിയില്ലല്ലോ. അതിനുശേഷം തന്നെ ശിവ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എപ്പോഴാണ് പോരുന്നില്ലേ? ഞങ്ങൾ തിരിച്ചു. എവിടെ വർഷ? ഇതവിടെ അടുത്തുണ്ട്. അഞ്ചു ഇവിടെ, അവൾ കാറിൽ കിടക്കുന്നുണ്ട്, എണീറ്റിട്ടില്ല എന്നും പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ വർഷയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്താ വർഷ, സുഖമല്ലേ? നീ ഇങ്ങോട്ട് പോരുന്നില്ലേ? വരുന്നുണ്ട്. ഞാൻ വിവേക് ചമ്മി നിൽക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു പോയതാണ്. പിന്നെ
അഞ്ജു എവിടെയും ചോദിക്കുന്നുണ്ടോ വീണ്ടും വർഷയോട്. അത് പിന്നെ വല്ലാണ്ട് കടന്ന് ഉരുളാൻ നിൽക്കണ്ട. ഇന്ന് അഞ്ജുവിൻ്റെ രാഹുലിൻ്റെ ഫസ്റ്റ് നൈറ്റ് ആണെന്നൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നു. എല്ലാ കാര്യം ശിവ അറിഞ്ഞ് ഞെട്ടില്ല കേട്ടോ. ആദ്യം വിവേക് നിൽക്കുന്നത്. ശിവ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. ഇനി ഉരുണ്ട് കളിക്കണ്ട, ഇങ്ങോട്ട് വേഗം വന്നോ, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ വിവേകിന് സന്തോഷമാവുന്നുണ്ട്. പിന്നീട് ശിവ അബിയോട് പറയുന്നുണ്ട്, രണ്ടുപേരും കൂടി പഠിച്ച കള്ളന്മാരാണ്, എന്തൊക്കെ പറഞ്ഞിട്ടാണ് പറ്റിക്കുന്നത് അറിയോ, ഇങ്ങോട്ട് വരട്ടെ. പിന്നീടും വർഷ ചോദിക്കുന്നുണ്ട്, രാഹുൽ എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ല, ഞാൻ പ്രാർത്ഥിച്ച കാര്യം പെട്ടെന്ന് നടന്നല്ലോ ഇപ്പോൾ. എന്ത്? ശിവയ്ക്ക് മനസ്സ് മാറിയത് കണ്ടില്ല ഒരു രാത്രി കൂടി. നല്ല ശക്തിയുള്ള ദേവിയാണ്. ശിവയുടെ മനസ്സ് മാറിയാൽ നമ്മുടെ വിവാഹം നടക്കുമല്ലോ, ഞാൻ അതാണ് വിചാരിച്ചത്. അപ്പോഴത്തേനും വർഷയ്ക്ക് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരുടേതായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളൊക്കെ കാണിക്കുന്നു. പിന്നീടാണെങ്കിലോ നമ്മുടെ അക്ക വരുന്നുണ്ട്, മല്ലിക അക്ക, ജോലിക്ക് വേണ്ടി. ഇനീഷൻ തന്നെ മാഡം എന്ന് ചോദിച്ചിട്ട് വരുന്നു. ആ സമയത്ത് ഇന്നെന്ത് നുണയാ പറയാനുള്ളത്? നീ മര്യാദയ്ക്ക് നിന്നിട്ടുണ്ടെങ്കിൽ നിനക്കോട് ജോലി ചെയ്യാം, പെട്ടെന്ന് പോയി മുറ്റമൊക്കെ അടുക്കി, അവിടെ കുറേ കരിയിൽ കിടക്കുന്നുണ്ടെന്ന് പറയുന്നു. ആ സമയത്ത് തന്നെയാണ് എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരാക്കാം എന്ന് പറയും. ഞാൻ ഒരിക്കലും നുണയൊന്നും പറയില്ല, സത്യമുള്ള കാര്യമാണ്. അപ്പോഴത്തേനും ചെല്ലെന്ന് പറയുന്നു. എന്തായാലും 2 ദിവസമായിട്ട് വിളിച്ചിട്ടില്ലല്ലോ, ഒന്ന് ഫോൺ ചെയ്ത് നോക്കാം. പിന്നീട് ശിവയാണെങ്കിലോ നമ്മുടെ മല്ലികാക്ക അവിടെ അടിച്ചു വരുന്ന കാണുമ്പോൾ ചെന്ന് ചോദിക്കുന്നുണ്ട്, അക്ക പറഞ്ഞതെല്ലാം തന്നെ ശരിയാണല്ലോ പാവക്കെ, ഞാനും സംശയിച്ചു, ഒരു സോറി പറയാം. ഒരു സോറി പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്തിനാ ശിവപാപ്പ എന്നോട് സോറി പറയേണ്ട കാര്യം? വല്ല ഇരിക്കട്ടെ. അങ്ങനെ ശിവയാണെങ്കിലോ സുന്ദരാൻ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആൻറ്റി എന്ന് പറയുന്നു, അവിടെ ഇരിക്കും, നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ആ സമയത്ത് മല്ലികാക്കിയുണ്ട് കേട്ടോ അവിടെ. അതിനുശേഷം തന്നെ, മോളെ MCA മീഡിയയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നെ അങ്കിത് തീരുമാനിച്ചല്ലോ, ഇനി എല്ലാ കാര്യങ്ങളും മോളുടെ വീട്ടിൽ വന്ന് തീരുമാനിക്കണം. അതിന് മോളുടെ അമ്മയെ എനിക്ക് നേരിട്ട് കാണണം എന്നൊക്കെ പറയുന്നു. നമുക്ക് എല്ലാവരും കൂടി പോവാം ആൻറ്റി. ആ സമയത്ത് മല്ലികാക്ക പറയുന്നുണ്ട്, ഇവിടേക്ക് മരുമകളായിട്ട് വരുന്ന ശിവപാപ്പ തന്നെയാണ് ഈ വീടിൻ്റെ ഭാഗ്യവതിയായിട്ട് വരുന്നതെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് വീണ്ടും നാട്ടിലെത്താട്ടോ നമ്മുടെ വർഷയും അതുപോലെ വിവേകും വണ്ടി നിർത്തുന്നുണ്ട്. അഞ്ചു ഇങ്ങോട്ട് വരാമെന്നാണ് വിവേക് പറഞ്ഞത്. അഞ്ജുനെ വിളിച്ച് നോക്കണ്ട, കുറച്ച് കഴിയട്ടെ, അതുവരെയും നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് പറയുന്നു. ആ സമയത്ത് വർഷ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. താനെന്തിനാണോ ഇറങ്ങിയത്? അഞ്ചു അറിയണ്ട, ഞാൻ ഫ്രണ്ട് സീറ്റിലാണ് ഇരുന്നതെന്ന്. അവൾ അങ്ങനെ ചിന്തിക്കേണ്ട എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ പിന്നെ വേറെ എന്തൊക്കെയാണ്, എനിക്ക് ഇതൊക്കെ 2 ദിവസം എനിക്ക് വേണ്ടി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ജീവിതത്തിൽ 2 ദിവസങ്ങൾ എനിക്ക് സമ്മാനിച്ച എൻ്റെ സുന്ദരിക്കുട്ടിയല്ലേ താനെന്ന് പറയുന്നു. ആ സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഇതൊക്കെ നടക്കുന്നതാണല്ലോ വിവേക് എന്ന് പറയുന്നു. അമേരിക്കയിലൊന്നും നടക്കുന്നില്ല നീ. പിന്നെ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് തന്നെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടിയല്ലോ, എനിക്ക് അതിലൂടെ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി എൻ്റെ ജീവിതത്തിൽ താൻ മാത്രം മതി എന്ന രീതിയിലായിട്ട് വിവേക് പറയുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.